മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനുണ്ടായിരുന്ന അനുഗ്രഹം കൂടി കർത്താവ് ഇരട്ടിയാക്കി കൊടുത്തെന്നാണ് ബൈബിളിൽ പറയുന്നത്. മനസ്സിലായോ? ജോബിനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു എന്നാ പറയുന്നത്. അപ്പോ ആത്മാർത്ഥമായി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ ഒറ്റ കാരണത്തെ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന്. ഹല്ലേലൂയ. ഞാൻ ഒരു കൃത്യ ഉദാഹരണം പറയാം. FCC സിസ്റ്റേഴ്സിന് ഒരു ധ്യാനം വെച്ച പാലക്കാട് രൂപതയിൽ നടത്തി, എന്റെ സ്വന്തം രൂപതയില്. ആ രൂപത്തിൽ ധ്യാനം നടത്തിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം ഏതോ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഈ വേറെ ഏതോ ക്ലാസ്സിന്റെ സമയത്ത് ഇങ്ങനെ ഇത് ഒളിച്ചു പോയ കാര്യം ഞാൻ പറഞ്ഞു. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ഒളിച്ചു പോയ അനുഭവം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്റേഴ്സെ, നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അവനവന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. സംശയമില്ല കാര്യത്തിൽ. എന്റെ കുടുംബം കർത്താവാണെന്ന് നോക്കണം, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് വളരെ ശക്തമായിട്ടൊരു ടോക്കായിട്ട് ഞാൻ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു സിസ്റ്റർ അതിന് ശേഷം സംഭവിച്ച കാര്യം പറയാം. ഈ സിസ്റ്ററിന്റെ ആങ്ങള അനേക വർഷമായിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചു വരിക, നാട് വിട്ട് വരിക. അപ്പോഴാണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സിസ്റ്റർ എന്ത് ചെയ്തു? അന്ന് വൈകുന്നേരത്തെ ആരാധന മുതൽ ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വിഷമം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. എന്റെ ആങ്ങളുടെ കാര്യമൊക്കെ അതിനേക്കാൾ ഉപരി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്റർ അങ്ങ് പ്രാർത്ഥന തുടങ്ങി. പിറ്റേ ദിവസം അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആങ്ങള ആ കുർബാനയ്ക്ക് ആ പുറകെ വന്ന് കയറി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് സഹോദരങ്ങളെ, ഈ സിസ്റ്റർ പ്രൊവിൻഷ്യൽ കൗൺസിലാണ് ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് കയറുന്നതല്ല. ആങ്ങളെ പുറത്തോടെ ഞാൻ പാസ് ചെയ്തതാണ് സമയത്ത്. ആ സമയത്ത് പാസ് ചെയ്ത സമയത്ത് അവിടെ കുർബാന ഉണ്ടെന്ന് കേട്ടുകൊണ്ട് പെട്ടെന്ന് കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് കയറിയത് അവിടെ. അങ്ങനെ കുർബാനയ്ക്ക് വരും കുർബാനയ്ക്ക് പുള്ളി ഇറങ്ങിപ്പോയി കഴിഞ്ഞ ശേഷം തൊട്ടപ്പുറത്തൊരു എയ്ജിദൂസ് അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ആ അച്ഛനാണ് കുമ്പസാരിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. അയാൾക്ക് അന്നേരം തോന്നുകയാണ് ഈ അച്ഛൻ്റെ അടുത്ത് കയറണമെന്ന് തോന്നുകയാണ്. ഈ മനുഷ്യന്മാർ അവിടെ കയറിയപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന്റെ പെങ്ങള് ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അവര് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടി, വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടുമുട്ടി നിന്ന കരച്ചിലിന് സാക്ഷ്യം വഹിച്ചവനാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങള്. എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. ആ സിസ്റ്റർ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് അത്ഭുതകരമായ വ്യത്യാസം സിസ്റ്ററിന്റെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചു. കണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ജോബ് 42:10 അടിസ്ഥാന വചനം അത്. അവർക്ക് പറയാം ഹല്ലേലൂയ. അച്ഛൻ ആലപ്പുഴ സ്ഥലത്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ധ്യാനം നടത്തുക. ആ ധ്യാന സമയത്ത് ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വന്നു. അവളുടെ ഒരു പ്രശ്നം ഇതാണ്, അവളുടെ ഒരു കസിൻ ജർമ്മനിയിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു ഓപ്പറേഷൻ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഓപ്പറേഷൻ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അപ്പൊ ശക്തമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പാരലൈസ്ഡ് ആവും, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുകയല്ല, പക്ഷെ പാരലൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മെസ്സേജ് പറഞ്ഞു, അതുകൊണ്ട് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ഈശോ പറഞ്ഞു, ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു, നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും തളർന്നു കിടപ്പുന്നുണ്ടോ ചോദിക്കുക മെസ്സേജ്. അപ്പൊ ചോദിച്ചു, കൊച്ചേ നിന്റെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങൾ തളർന്നു കിടപ്പുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഉണ്ടാച്ചാൽ ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ഇപ്പം പഠിക്കാൻ തുടങ്ങിയ ഒരു കൊച്ച് 3rd ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 3rd ഇയറിന് ഇപ്പോൾ 2 മാസമായിട്ട് ആ കൊച്ച് വീട്ടിൽ പോയിരിക്കുക. ഈ ഭാഗത്ത് എന്തോ ഒരു പ്രശ്നം വന്നിട്ട് റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈശോ പെട്ടെന്ന് പറഞ്ഞു, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആരാധന സമയത്ത് നിന്റെ കൂട്ടുകാരി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ആങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കസിന് വേണ്ടി പ്രാർത്ഥിച്ചോ, പക്ഷെ കൂടുതൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരി ആരാധന സമയത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം അത്ഭുതകരമായിട്ട് ഈ കട്ടിലേക്ക് കടന്നിരുന്ന സഹോദരിക്ക് പതുക്കെ സൗഖ്യം കിട്ടാൻ തുടങ്ങി. ധ്യാനത്തിന്റെ സമാപന ദിവസം ആയപ്പോഴത്തേക്കും വടി കുത്തിപ്പിടിച്ച് നടക്കാവുന്ന രീതിയിൽ ആ കൊച്ചിന് സൗഖ്യം കിട്ടി. അതേസമയം തന്നെ ജർമ്മനിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് യാതൊരു കുഴപ്പമില്ലാതെ കസിന് സൗഖ്യം കിട്ടുകയും ചെയ്തു. ഇത് ഈശോ നൽകിയ മെസ്സേജിനെ വെളിച്ചത്തിൽ അച്ഛൻ പറഞ്ഞ കാര്യം പറയുന്നു. അതാണ് ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കും. ഇതിന് വചനം വേറെ ഒരു വചനമുണ്ട്. എന്താ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. അതിലെ ബൈബിൾ വചനം. അബ്രാഹത്തോട് പറഞ്ഞില്ലേ, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, ഷെയ്ഖാന്റെ കൊടുത്ത് ആശംസ കൊടുക്കാൻ പറഞ്ഞത്. ചുമ്മാ അനുഗ്രഹം കിട്ടുന്ന വഴിയെ പോകുന്ന ആൾക്ക് കൊടുക്കൊരു അനുഗ്രഹം. ശരിക്കും മനസ്സറിഞ്ഞത് പ്രാർത്ഥിക്കുക. ദൈവം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ മുഴുവൻ ഞാനും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താ? പരസ്പരം ബലപ്പെടുത്തണം, പരസ്പരം കൃപയിൽ വളർത്തണം, സപ്പോർട്ട് ചെയ്തണം, വളർത്തിക്കൊണ്ട് വരണം. പിശാച് ഏറ്റവും പരിശ്രമിക്കുന്ന കൂട്ടായ്മ തകർക്കാനായിട്ട്. കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും സമൂഹവും ദേശവും മുഴുവൻ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഗ്രൂപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഒരു മെത്രാന് ചുറ്റുമാണ്, മാർപ്പാപ്പയ്ക്ക് ചുറ്റുമാണ് കൂടുതൽ പിശാചുകളുള്ളത്? സംശയം കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. അച്ഛന് ചുറ്റുമാണ്, നിങ്ങൾക്ക് ചുറ്റുമാണ് കൂടുതൽ പിശാചുകളുള്ളത്?
അച്ഛനും ഇല്ല. അത് പെട്ടെന്ന് പറഞ്ഞല്ലോ. അതെന്നെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റുമാണ് സാധാരണ ആൾക്കാർ, നമ്മുടെ പ്രയർ ഗ്രൂപ്പിന്റെ ആൾക്കാരാണല്ലോ. നമുക്ക് ചുറ്റിയാണ് സാധാരണ ആൾക്കാർക്ക് ചുറ്റിയാണ് കൂടുതൽ പിശാചുക്കളുള്ളത്. നമുക്ക് ചുറ്റും വൈ എന്ന് പറഞ്ഞാൽ കാരണം എന്താ സഹോദരങ്ങളെ? നമ്മളിലൂടെ ഉണ്ടാകാൻ പോകുന്ന നന്മ എന്തൊക്കെയാണെന്ന് ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. അതുകൊണ്ട് പിശാച് എപ്പോഴും നിന്നെ അതിനകത്തുനിന്ന് പുറകോട്ട് വലിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് കുറച്ച് കഴിയുമ്പോൾ ചില എന്നാ പ്രാർത്ഥന ഗ്രൂപ്പിന് പോകാനാ, പ്രാർത്ഥിക്കാൻ പോകാൻ, അതൊന്നും കാര്യമില്ല, വേണ്ട. എപ്പോഴും പുറകോട്ട് വലിക്കാൻ പിശാച് നമ്മളെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. കാരണം എന്താ? നമ്മളിലൂടെ രക്ഷപ്രാപിക്കാൻ പോകുന്ന ആത്മാക്കളുടെ കണക്ക് തകർക്കാൻ തിന്മ കണ്ടെത്തുന്ന മാർഗമാണ്. ഹല്ലേലൂയ, അവർക്ക് പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേലയിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുതെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തമായിട്ടുള്ള ഒരാഗ്രഹമാണ്. ഹല്ലേലൂയ. പിന്നെ തിന്മ പലതരത്തിലുള്ള കെണികൾ ഉപയോഗിക്കും. അനേക ആൾക്കാർക്ക് തിന്മ കൊടുത്തിരിക്കുന്ന ഈ പിശാചിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യം, അവരെപ്പോഴും കെണി വെക്കുന്നവനെന്നാണ് പറയുന്നത്. പിശാചിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വളരെ രസകരമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുതൽ സൂചന നൽകുന്നുണ്ട്. അപ്പൊ കെണി വെക്കുന്നവൻ, ചതിക്കുന്നവൻ, വഞ്ചിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത്. പിശാച് പലപ്പോഴും ആദ്യ മാതാപിതാക്കന്മാർക്ക് കൊണ്ട് പിശാച് ഒരു കെണി വെച്ചു. എന്തായിരുന്നു കെണി? ആദ്യ മാതാപിതാക്കന്മാർക്ക് കൊണ്ട് പിശാച് വെച്ച കെണി എന്തായിരുന്നു? ആപ്പിള് തീറ്റാന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ആപ്പിളല്ല കെണി. എന്നാ പിശാച് വെച്ച കെണി? ഈ ആപ്പിള് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്നുള്ള തെറ്റായ അറിവായിരുന്നു കെണി. ശരിയാണോ? ആപ്പിളല്ല കെണി. പിന്നെയോ ആപ്പിള് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്നുള്ള തെറ്റായ അറിവാണ് കെണി. അപ്പൊ പിശാചിന്റെ ഒരു കെണിയാണ് അവൻ തെറ്റായ അറിവ് നൽകും. ഇന്ന് അനേകം വ്യക്തികളുടെ മനസ്സിൽ പിശാച് ഇട്ടിരിക്കുന്ന ഒരു കെണിയാണ്, അതേ നീ വലിയ പ്രാർത്ഥനയ്ക്കൊന്നും പോകണ്ട, വലിയ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാലേ, മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തിയാലേ ആ ദുഷ്ടാരൂപി എല്ലാം നമ്മുടെ കൂടെ പോരും. കണ്ടോ ഇരുന്ന് ചിരിക്കണത്? വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നടത്തിയാലേ അതിന്റെ എല്ലാം നമുക്ക് കിട്ടും. ഇന്ന് വരെ ബൈബിളിന്റെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും നേരെ ചൊവ്വയെ പ്രാർത്ഥനയും വിശുദ്ധ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തി ഒരു ശുശ്രൂഷ നടത്തിയിട്ടും ഒരു തിന്മയുടെ അരൂപി പോലും ഉപദ്രവിച്ച ചരിത്രമില്ല. ഇതാരാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, പാമ്പുകളെയും തേളുകളെയും സകല നിന്നെ ചവിട്ടി നടക്കാൻ അധികാരം ഇത് ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങൾ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ. പിശാചിനാണ് ഭയം. ആ പിശാചാണ് ഭയം നമ്മൾ ജനിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ജീവിക്കാൻ പറ്റുന്നത്? എന്തെങ്കിലും വീഴ്ചകൾ ആൾക്ക് സംഭവിക്കും, അത് അയാളുടെ വ്യക്തി ജീവിതത്തിന്റെ പ്രശ്നം കൂടി ഉണ്ടാവും. അല്ലാതെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതിന്റെ പേരിൽ സകല പിശാചുകളും നമുക്കെതിരെ വരുമൊന്നുമില്ല. ചിലപ്പോൾ ചില സഹനം തരാം, സഹനം കിട്ടും, അതുറപ്പ്. ആത്മാക്കളുടെ ഭാരം തരും, കിട്ടിക്കോട്ടെ, നല്ല കാര്യമല്ലേ, രക്ഷപ്രാപിക്കട്ടെ ആത്മാക്കള്. അല്ലാതെ ഒന്നും നമ്മളെ പറ്റുവാണെങ്കിൽ ആ സഹിയോന്റെ വെബ്സൈറ്റ് തുറന്നിട്ട് അതിനകത്ത് ഒരു ലീഫ്ലെറ്റ് ഉണ്ട്, വട്ടാജനതി ലീഫ്ലെറ്റ്. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പറ്റുവാണെന്ന് വായിച്ചു നോക്കിയോ. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അച്ഛൻ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എഴുന്നേറ്റ് നിൽക്കാം.